സുരേഷ് താളൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ സുരേഷ് താളൂർ. താങ്കൾ IC ബാലകൃഷ്ണനെതിരെയാണോ പരാതി കൊടുത്തിരുന്നത്? അതെ, ഞാൻ IC ബാലകൃഷ്ണനെതിരെ മാത്രമല്ല, അതായത് വയനാട്ടിൽ ശ്രീ NM വിജയേട്ടന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ വളരെ ഞെട്ടിക്കുന്ന വാർത്തകളിലേക്കാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് പുറത്തു വന്നത്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, എന്റെ മരണത്തിന് ഉത്തരവാദികൾ മേൽ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ സംഭവത്തിൽ പോലീസ് കേസെടുത്ത്, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ശക്തമാക്കിയപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരക്കാരല്ല, മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ പാർലമെന്റ് മെമ്പർ TM പ്രതാപൻ, നിലവിലെ MLA സണ്ണി ജോസഫ്, അഡ്വക്കേറ്റ് ജയന്ത് ഉൾപ്പെടെയുള്ള ഉന്നതരായ കോൺഗ്രസ് നേതാക്കന്മാർ വയനാട് ജില്ലക്കകത്ത് നേരിട്ടെത്തി ഈ കേസിലെ ഇരയും സാക്ഷിയുമാണ് വിജയേട്ടന്റെ മകൻ വിജേഷ്. ആ വിജേഷിനെ കണ്ട് ഞങ്ങൾ എല്ലാവിധ സഹായവും ചെയ്യാവുന്ന പാർട്ടി വരുന്ന മനസ്സിലാക്കാം. ഇത് സഹായം ചെയ്യാവുന്നല്ല, വിജയേട്ടന്റെ എല്ലാ ബാധ്യതയും ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് മാത്രമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് വയനാട്ട് നടന്നത്തിൽ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആർക്കെല്ലാം പറയാനുണ്ടോ അതൊന്നും പുറത്തു പറയേണ്ടതില്ല, എല്ലാം ഞങ്ങളോട് പറഞ്ഞാൽ മതി, എല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞത് ഈ അന്വേഷണത്തെയും ഈ സംവിധാനങ്ങളെയും തേച്ചു മാറ്റി കളയാനുള്ള വലിയ ഗൂഢാലോചനയാണ്. പരസ്യമായി കേസിൽ ഇടപെടുക എന്ന് പറഞ്ഞ ക്രൈമാണ് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വം നടത്തുന്നത്. അതുകൊണ്ട് അവർക്കെതിരെയാണ് ഞാൻ പാർട്ടിയുടെ ഒരു ആഭ്യന്തര അന്വേഷണമല്ലേ സുരേഷ് താളൂർ? അല്ല, ആഭ്യന്തര അന്വേഷണത്തിൽ അതായത് വിജയേട്ടന്റെ ബാധ്യത എന്ന് പറയുന്നത് വിജയേട്ടൻ ഏതെങ്കിലും തരത്തിൽ പൊതുപ്രവർത്തനം നടത്തി വന്ന കടമല്ല. വിജയേട്ടന്റെ ബാധ്യത അദ്ദേഹം പറയുന്നുണ്ട്, അഴിമതി പണം, സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമനത്തിൽ എന്നെ മുൻനിർത്തി വാങ്ങിയ പണം ഈ പറയുന്ന നേതാക്കന്മാർ കൊണ്ടുപോയി. പിന്നീട് പലവട്ടം ഞാൻ അവരോട് ചോദിച്ചു, അവർ കൈമലർത്തി, ഈ ബാധ്യത എനിക്ക് താങ്ങാൻ പറ്റാവുന്നതിലുപരിയാണ്, അപ്പൊ അഴിമതിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുൽത്താൻ ബത്തേരിയിലെ കോൺഗ്രസ് ഭരിക്കുന്ന നിരവധി സഹകരണ സ്ഥാപനങ്ങളിൽ നടത്തിയിട്ടുള്ള കഴിഞ്ഞ 5-8 വർഷമായി നടക്കുന്ന അഴിമതികളുടെ തുടർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട് കൈമറിഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ബാധ്യതയാണ്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ അഴിമതിയെ മൂടിവെക്കാനാണ്. ഒരു കുടുംബത്തെ സഹായിച്ചോട്ടെ, ഇപ്പം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ CPM ഞങ്ങളൊക്കെ തന്നെ കുടുംബസഹായ ഫണ്ട് പിരിക്കാറുണ്ട്, ശേഖരിക്കാറുണ്ട്, അതിന്റെ അപ്പുറത്താണിത്. ഈ ബാധ്യത മുഴുവൻ ഏറ്റെടുത്തോളം പറയല്ല, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും ഞങ്ങൾ തീർക്കുന്നു പറയാണ്. പരാതികൾ ആരും പുറത്തു പറയേണ്ട. പക്ഷേ ആ ബാധ്യതയെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണെന്നല്ലേ MN വിജയൻ പറഞ്ഞത്? അപ്പൊ ആ ബാധ്യത പാർട്ടി ഏറ്റെടുക്കുന്നു എന്നല്ലേ ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ അച്ചടക്ക സമിതി പറഞ്ഞിട്ടുണ്ടാവുക? അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അതായത് അവിടെ കോഴ വാങ്ങിയവരെ സംബന്ധിച്ച് പത്രോസും താമരക്കാലിലെ ഐസഫും പുത്തൻപുരയിൽ ഷാജിയും പുൽപ്പള്ളിയിലെ സായൂജ്യം ഉൾപ്പെടെ വയനാട് ജില്ലാ പോലീസിൽ പരാതി കൊടുത്ത് FIR നിലനിൽക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ അവര് അങ്ങനെ ഇടപെടാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ടേക്ക്. ഇപ്പോൾ ED വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ED വരാനൊക്കെ വലിയ കേസാണോ ഇത്? അതാണ് ഒരു പരാതി. രണ്ടാമത്തെ പരാതി, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഈ കേസുമായി കണക്ട് ചെയ്യപ്പെട്ട് അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുള്ള അദ്ദേഹം ജോലിക്ക് നിയമിക്കാൻ വേണ്ടി ശുപാർശ കത്ത് പുറത്തു വന്നിരിക്കുകയാണ്. ആ ശുപാർശ കത്ത് കേവലം ഒരു ശുപാർശ കത്തല്ല. വിജയേട്ടന്റെ സൂയിസൈഡ് നോട്ടിൽ അദ്ദേഹം പറയുന്നു, എന്റെ മകൻ വിജേഷിനെ ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കി എന്റെ മകനെ സ്ഥിരപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി 7 വർഷം ദിവസക്കൂലിക്ക് 200 രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്തിരുന്ന എന്റെ മകനെ ഒഴിവാക്കി സ്ഥിരപ്പെടുത്താൻ അവസരം വരുമ്പോൾ എന്റെ മകനെ സ്ഥിരപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ DCC ട്രഷററാണ്. പക്ഷേ സ്ഥിരപ്പെടുത്തേണ്ട ഘട്ടം വന്നപ്പോൾ എന്റെ മകനെ സ്ഥിരപ്പെടുത്താതിരിക്കുകയും പകരം IC ബാലകൃഷ്ണന്റെ കത്തിൽ ഒരാളെ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ട് ടൈം കീപ്പർ പോസ്റ്റ് പോലും പണം വാങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം കത്തിൽ എഴുതി വെക്കുകയാണ്. പക്ഷേ ഇതെല്ലാം തെളിയിക്കപ്പെടണം. ED വരാൻ പോവുകയാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, ED വരാവുന്ന തരത്തിലുള്ളൊരു കേസായി അത് മാറുകയാണോ? അല്ല, EDയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വന്നിട്ടുള്ള നിരവധി പണങ്ങളുടെ കൈമാറ്റമുണ്ട്, അത് അന്വേഷിക്കപ്പെടണം. അന്വേഷിക്കണം. ആ പണം എവിടെ നിക്ഷേപിക്കപ്പെട്ടു, എന്ത് നടന്നു എന്നുൾപ്പെടെ പരിശോധിക്കപ്പെടണം. ഓക്കെ, താങ്ക് യു സുരേഷ് താളൂർ. നമുക്കിപ്പം സാനിയ മനോമിയാണ് ചേർന്നത്. IC ബാലകൃഷ്ണൻ MLAക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പുറമെ ഇപ്പോൾ ഇതാ EDയുടെ അന്വേഷണവും വരുന്നു എന്നാണ് സാനിയ മനോമി റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചി യൂണിറ്റ് ആയിരിക്കും അന്വേഷിക്കുക. IC ബാലകൃഷ്ണൻ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളടക്കം ഇപ്പോൾ ED പരിശോധിക്കുമെന്നാണ് സാനിയ മനോമി റിപ്പോർട്ട് ചെയ്യുന്നത്. NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഈ പറയുന്ന പണമിടപാടുകളെ കുറിച്ചുള്ള സൂചനയുണ്ടായിരുന്നു. ആ സൂചനയുടെ ചുവട് പിടിച്ചാണ് ED ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണത്തിനായി എത്തുന്നത്.